ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അവർ ടേസ്റ്റ് ബെഡ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നൊരു വെറൈറ്റി വീഡിയോയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ മെറ്റേണിറ്റി ബാഗ്, അതായത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി അമ്മയ്ക്കും കുഞ്ഞിനും വേണ്ടി മേടിച്ച കുറച്ച് സാധനങ്ങളും പിന്നെ അതിലല്ലാതെ കുറച്ച് വീട്ടിൽ ഉപയോഗിക്കാൻ വേണ്ടി കുഞ്ഞിന് മേടിച്ച സാധനങ്ങളുടെ പരിചയപ്പെടുത്തലും കൂടാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ നമുക്ക് സമയം ഒട്ടും കളയാതെ വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുമ്പ് ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഈ ഒരു ബാഗാണ് ഞാൻ ബേബിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതെൻ്റെ മോൻ്റെ ഡെലിവറി സമയത്ത് ഞാൻ കൊണ്ടുവരുന്ന ബാഗ് തന്നെ. ബാഗ് മീഡിയാണ്, വലിയ ഡാമേജ് ഒന്നും വന്നിട്ടില്ല. അപ്പോൾ സെയിം ബാഗിൽ തന്നെ ഇപ്പോഴത്തെ ആവശ്യത്തിനുള്ള സാധനങ്ങളും കൂടെ ഞാനങ്ങ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഓൺലൈനിൽ നിന്ന് വലിയൊരു പാക്കറ്റ് സ്നാക്കി മേടിച്ചു. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് സ്നാക്കി എടുത്ത് അതിനകത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ബ്രാൻഡിൻ്റെ മേടിക്കാനും പ്രത്യേക ബ്രാൻഡൊന്നും ഇല്ല കേട്ടോ. ന്യൂ ബോൺ ബേബിക്ക് പറ്റിയ സ്നാക്കി നമുക്ക് ഓൺലൈനിൽ നിന്നൊക്കെ ആണെങ്കിൽ കുറച്ച് റേറ്റ് കുറഞ്ഞ് കിട്ടും. പിന്നെ ഞാനതുപോലെ 2 ക്വിക്ക് ഡ്രൈ ഷീറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ക്വിക്ക് ഡ്രൈ ഷീറ്റ് പിള്ളേരൊക്കെ എടുത്താൽ നല്ല കുറച്ചുകൂടി സോഫ്റ്റ് ആണല്ലോ, അതുപോലെ യൂറിനൊന്നും അബ്സോർബ് ആവില്ല. പിന്നെ ഒരു പാക്കറ്റ് വൈപ്സ് എടുത്തിട്ടുണ്ട്, വെറ്റ് വൈപ്സ്. അപ്പോൾ വെറ്റ് വൈപ്സ് നമുക്ക് അത്യാവശ്യം ഒന്ന് മോഷനൊക്കെ പോയാലും തുടയ്ക്കാൻ വേണ്ടിയുള്ള സൗകര്യത്തിന് വേണ്ടിയാണ്. പിന്നെ അതുപോലെ ഫ്രണ്ട് ഓപ്പൺ ആയിട്ടുള്ള ന്യൂ ബോൺ ബേബീസിൻ്റെ ഡ്രസ്സ് ഞാനൊരു 5 എണ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എത്ര എണ്ണം വേണമെങ്കിലും കൊണ്ടുപോകാം. ഇപ്പോൾ അഥവാ സിസേറിൻ്റെ ആദ്യത്തെ സിസേറിനായിരുന്നു, അപ്പോൾ അതുകൊണ്ട് രണ്ടാമത്തെ സിസേറിനാണ് കുറച്ച് ദിവസം കൂടെ കിടക്കേണ്ടി വരുമല്ലോ. അപ്പോൾ ഈ മഴയൊക്കെ ആണുള്ള സമയത്താണ് അലക്കി ഉപയോഗിക്കാനുള്ള പാടുകൊണ്ട് ഞാൻ അത്ര എടുത്തു. അതുപോലെ ഹാഫ് റോംബേഴ്സും ഒരു 3 എണ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോർമലാണെങ്കിൽ ഇപ്പോൾ ഇത്രയും തുണിയുടെ ആവശ്യം വരത്തില്ല. അപ്പോൾ സിസേറിനൊക്കെ ആണെങ്കിലേ കൂടുതൽ വരത്തുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചുള്ള നമ്മുടെ കുട്ടിക്കൊക്കെ ആവശ്യമായിട്ടുള്ള ഡ്രസ്സൊക്കെ. അപ്പോൾ ഇതൊക്കെ യൂണിസെക്സ് ആണ്, അപ്പോൾ ആൺകുട്ടിയാണേലും പെൺകുട്ടിയാണേലും ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ അതുപോലെ പൊതിയാൻ പറ്റുന്ന പോലത്തെ ടർക്കി ടവൽസ്. ഇത് ഞാൻ 3 എണ്ണം എടുത്തിട്ടുള്ളൂ. ഒരു 3-4 ടർക്കി ടവൽ ആവശ്യമുള്ളൂ. അപ്പോൾ മെയിനായിട്ട് നമുക്ക് ഇത്രയും സാധനങ്ങളാണ് ന്യൂ ബോൺ ബേബിക്ക് വേണ്ടി ഞാൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എടുത്തിരിക്കുന്നത് 2 ടവൽ, ഇപ്പോൾ ബാത്ത് ടവലായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്ന പോലത്തെ 2 ടവലും അതുപോലെ മിറ്റൻസും ക്യാപ്പിൻ്റെ 2 സെറ്റും എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നൈസിലൊക്കെ കിടക്കുമ്പോൾ പിള്ളേർക്ക് തണുക്കാതിരിക്കാൻ വേണ്ടി കയ്യിലും കാലിലൊക്കെ ഇടാൻ വേണ്ടിയാണ്. അതുപോലെ ഒരു ക്യാപ്പിൻ്റെ സെറ്റും ഇങ്ങനെ എടുത്തിരിക്കുന്നത്. പിന്നെ 2 ടവല് പറഞ്ഞാൽ നമ്മൾ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് എന്തായാലും അവർ തന്നെയാണ് ക്ലീൻ ചെയ്ത് തരിക ബേബീനെ. അപ്പോൾ അല്ലാത്തതൊന്നും കക്കുകയൊക്കെ ചെയ്താലും തുടയ്ക്കാൻ വേണ്ടിയാണ് 2 ടവലും എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കൊച്ചിന് വേണ്ടി മേടിച്ചിരിക്കുന്ന ഇങ്ങനെ ഒരു ബാഗാണ്. ഇപ്പോൾ നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വരുന്ന സമയത്തൊക്കെ കൊച്ചിനെ എടുത്തുകൊണ്ട് വരാൻ സൗകര്യമാണ്. അതുപോലെ നമുക്ക് കിടത്താനും ബെഡായിട്ടും ഇത് യൂസ് ചെയ്യാം, ക്യാരി ബാഗായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ കൊച്ചിനെ കിടത്തി നമുക്ക് കൊണ്ടുവരാൻ കംഫർട്ടാണ്. അതുപോലെ ബെഡിൽ കിടത്തുവാണെങ്കിലും നമുക്ക് ഇത് നൂർത്ത് ഈ സിബൊക്കെ അഴിച്ച് ചെയ്യാമെങ്കിൽ നൂർത്ത് നമുക്ക് ബെഡ് പോലെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ മേളിൽ ഒരു ക്വിക്ക് ഡ്രൈ ഷീറ്റോ അങ്ങനെ ഏതെങ്കിലും ഒന്നും ഇട്ടിട്ട് പിള്ളേരെ കിടത്താമെങ്കിൽ മൂത്രമോ മോഷണമോ ഒന്നും ബെഡിലോട്ട് ആകത്തുമില്ല, പിള്ളേർക്ക് കംഫർട്ടായിട്ട് കിടക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇത് ഓപ്പൺ ചെയ്ത് നമുക്ക് ബെഡായിട്ട് യൂസ് ചെയ്യാം, കുഞ്ഞുങ്ങളെ ക്യാരി ചെയ്യുന്ന ബാഗായിട്ടും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം ഇത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടി തന്നെ മേടിച്ചതാണ്. ഇത് പിന്നെ സെപ്പറേറ്റ് കവർ ആയതുകൊണ്ട് പിന്നെ ബാഗിൽ വെക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇതാണ് ഞാൻ മേടിച്ചിരിക്കുന്ന ഒരു ബെഡ് സെറ്റ്. പിന്നെ അല്ലാതെ നിങ്ങൾക്ക് അല്ലാതെ നെറ്റും കൂടെ ഉള്ള സൈസ് ഉണ്ട്, അത് വേണമെങ്കിൽ അത് വേണ്ടവർക്ക് അത് മേടിക്കാം. സാധനങ്ങളാണ് മെയിനായിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടി ബേബിക്ക് വേണ്ടി മേടിച്ചിരിക്കുന്നത്. പിന്നെ ഞാൻ വേറെ കുറച്ച് സാധനങ്ങളൂടെ മേടിച്ചിട്ടുണ്ട്. അതൊക്കെ വീട്ടിൽ വന്ന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ കുറച്ച് ബേബി വാഷ്, ബേബീസ് പൗഡർ, അതുപോലെ ബേബി ലോഷൻ, ബേബി ഓയിൽ, ഇതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇതിന് ബഡ്ജറ്റ് അനുസരിച്ചുള്ള ബ്രാൻഡുകളിൽ മേടിക്കാവുന്നതാണ്. അപ്പോൾ ഞാനിതൊക്കെയാണ് മേടിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഹോസ്പിറ്റലിലുള്ള സമയത്ത് എന്തായാലും അവർ സിസ്റ്റേഴ്സ് ക്ലീൻ ചെയ്ത് തരുന്നതുകൊണ്ട് ഇതിൻ്റെ വലിയ ആവശ്യം വരുന്നില്ല. പിന്നെ വെറ്റ് വൈപ്സിൻ്റെ വലിയ ആവശ്യം വരുന്നുള്ളൂ. അപ്പോൾ വീട്ടിൽ വന്ന് കഴിയുമ്പോൾ നമ്മൾ കുളിപ്പിക്കാനൊക്കെ തുടങ്ങുന്ന സമയത്താണ് ഇതിൻ്റെയൊക്കെ ആവശ്യം വരുന്നത്. അപ്പോൾ ഇതൊന്നും ഞാൻ നോർമൽ ബേബിക്ക് വേണ്ടി മേടിച്ചിട്ടേ ഉള്ളൂ. ഇതൊന്നും ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നില്ല കേട്ടോ. അപ്പം ഇതൊക്കെയാണ് അല്ലാതെ മേടിച്ചിരിക്കുന്ന കുറച്ച് സാധനങ്ങൾ. പിന്നെ ഞാൻ കൊച്ചിനെ വീട്ടിൽ കൊണ്ടുവന്ന് നമുക്കൊന്ന് ഓയിൽ മസാജൊക്കെ ചെയ്ത് കിടത്താൻ വേണ്ടി, ഇതിപ്പോൾ നോർമൽ സജസ്റ്റ് ചെയ്യുന്ന 6 months പ്ലസ് ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയാണ്. അവരൊക്കെ എടുത്തി കുളിപ്പിക്കാൻ അല്ലെങ്കിൽ ഇരുത്തി കുളിപ്പിക്കാനൊക്കെ വേണ്ടിയുള്ള നമുക്ക് നോർമൽ ഷീറ്റ് ഉപയോഗിച്ചാലും മതി. അല്ലെങ്കിൽ നമുക്കൊന്ന് ഓയിൽ പെർട്ടീനകത്ത് കിടത്തണമെങ്കിൽ അങ്ങനെ കിടത്താം. അപ്പോൾ ആ ഒരു പർപ്പസിന് വേണ്ടി ഞാൻ മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇത് ഓപ്ഷനിലാണ്. ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് പ്ലാസ്റ്റിക്കിൻ്റെ നമുക്ക് എടുത്ത് കുളിപ്പിക്കുന്ന ഷീറ്റോ അല്ലെങ്കിൽ ടബ് ആണെങ്കിലും മേടിച്ചാൽ മതി. അപ്പോൾ ഇതിൻ്റെ ഒപ്പം തന്നെ കിട്ടുന്ന ഒരു അത് എയർ ഫില്ല് ചെയ്യുന്ന പമ്പാണ്. അപ്പോൾ ഇങ്ങനത്തെ ഇതിനു വേണ്ടി ഞാൻ മേടിച്ചതാണ്. ഇതൊരു സെറ്റാണ് കേട്ടോ, അതൊരു കോംബോ ആയിട്ട് കിട്ടിയതാണ്. പിന്നെ അതുപോലെ നമുക്ക് 3+ months ആവശ്യം വരുന്നുള്ളൂ ടോയ്സ് മേടിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ ഓഫറിനനുസരിച്ച് ഫസ്റ്റ് ക്രൈയിൽ നിന്ന് മേടിച്ചിട്ടുണ്ട്, ആമസോണിൽ നിന്ന് മേടിച്ചിട്ടുണ്ട്,
അതുപോലെ ഡയറക്റ്റ് ഷോപ്പിൽ പോയി മേടിക്കുന്നതാണ്. അപ്പം ഇതൊക്കെ ശരിക്കും 3+ months-ൻ്റെയാണ് ഈ ടോയ്സൊക്കെ. അപ്പം നമ്മൾ ഓഫർ കണ്ടുകൊണ്ട് അതിനനുസരിച്ച് മേടിച്ചതേ ഉള്ളൂ. അതൊക്കെ ഇപ്പം അതൊക്കെ ആവശ്യമേ ഉള്ളൂ, ഇപ്പോൾ ഇമ്മീഡിയറ്റ് ആവശ്യമുള്ള സാധനമല്ല. അതുപോലെ നല്ലൊരു മാറ്റാണ്. അപ്പോൾ നമുക്ക് കൊച്ചുങ്ങളെ കിടത്താൻ വേണ്ടി ഇപ്പോൾ കമ്മന്ന് വീണോ എന്നൊക്കെ സമയത്തും കിടത്താം, അല്ലാതെ നമുക്ക് പിള്ളേരൊന്ന് തറയിൽ കിടത്തുന്നതിന് വരെ ഇത് ഷീറ്റിൽ കിടത്തി. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഷീറ്റാണ്, മാറ്റൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്ന പോലത്തെയാണ്. അത്യാവശ്യം വലുപ്പമുണ്ട്. ഇപ്പോൾ നമുക്ക് 2 പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ 2 പേരും ഒരുമിച്ച് കിടത്തി കളിപ്പിച്ചിട്ട് നമുക്ക് അടുക്കളയിൽ പണികളും മറ്റു പണികളൊക്കെ ചെയ്യാൻ പറ്റും. നല്ല സോഫ്റ്റുമാണ്, കളർഫുള്ളാണ്. അപ്പോൾ കമ്മന്ന് കിടക്കുന്ന പ്രായമൊക്കെ ആയി കഴിഞ്ഞാൽ പിള്ളേർ കളറും ലെറ്റേഴ്സൊക്കെ നോക്കി കുറച്ച് നേരമൊക്കെ കിടക്കുമല്ലോ, അതിനുവേണ്ടി മേടിച്ചതാണ്. ഇതെല്ലാം ഞാൻ പറഞ്ഞല്ലോ ഓഫർ നോക്കി മേടിക്കുന്നതാണ് കേട്ടോ. പിന്നെ അതുപോലെ ഞാൻ മേടിച്ചിരിക്കുന്ന ലവ് ലാപ്പിൻ്റെ ഒരു റെയിലാണ്. അപ്പോൾ ഈ റെയിൽ നിങ്ങൾക്ക് 2 പീസിൻ്റെ കിട്ടും, 3 പീസ് കിട്ടും, 4 പീസ് കിട്ടും, 1 പീസൊക്കെ ആയിട്ട് കിട്ടും. ഇത് പിന്നെ ന്യൂ ബോൺ ബേബീസിന് ആവശ്യം വരുന്നില്ല. ഇപ്പോൾ 2 പിള്ളേരൊക്കെ ഉള്ളവരെ സംബന്ധിച്ച് ഒറ്റയ്ക്ക് പിള്ളേരെ കിടത്തിയിട്ട് പോകുമ്പോൾ ഉരുണ്ട് വീഴാതിരിക്കാനൊക്കെ നല്ലതാണ്. നല്ല സ്ട്രോങ് ആണ്. അപ്പോൾ എനിക്ക് എന്തായാലും മോഹനും ഉള്ളതുകൊണ്ട് 2 പേരെയും കൂടെ ഒരുമിച്ച് കിടത്തുമ്പം ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനങ്ങ് റെയിൽ മേടിച്ചതേ ഉള്ളൂ ലവ് ലാപ്പിൻ്റെ. അപ്പോൾ നമുക്ക് കംഫർട്ടാണ്, പിള്ളേർക്ക് ചാടി ഇറങ്ങാനൊന്നും പറ്റത്തില്ല. നല്ല ഹൈറ്റും ഉണ്ട്, പിള്ളേർ കംഫർട്ടായിട്ട് അതിൻ്റെ ഉള്ളിൽ കിടക്കുകയും ചെയ്യും. എന്നാൽ നല്ല വായുസഞ്ചാരവും ഉണ്ട് കേട്ടോ, കൊതുകും കയറത്തില്ല. നല്ല കംഫർട്ടായിട്ടുള്ള റെയിലാണ്. നമുക്കിത് ആവശ്യമില്ലാത്ത സമയത്ത് ഇതൊന്ന് ഫോൾഡ് ചെയ്ത് വെക്കണമെങ്കിൽ ഫോൾഡ് ചെയ്ത് വെക്കുകയും ചെയ്യാം, എടുത്ത് മാറ്റണമെങ്കിൽ എടുത്ത് മാറ്റാം. അപ്പോൾ ബെഡിൻ്റെ അടി ഏത് സൈസ് ബെഡിനാണെങ്കിലും ഇത് കംഫർട്ടാണ്. അതുപോലെ നമുക്ക് തന്നെ സെറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ, വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഈ റെയിലാണ് ഞാൻ പിന്നെ മേടിച്ചിരിക്കുന്നത്. പിന്നെ ഞാൻ എനിക്ക് വേണ്ടി മേടിച്ചത് കുറച്ച് മെറ്റേണിറ്റി വിയേഴ്സാണ്. നമുക്ക് ഫീഡ് ചെയ്യാനും അതുപോലെ ഡിസ്ചാർജ് ചെയ്ത് വരുന്ന സമയത്തും ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ പോലത്തെ ഒരു 5-6 ജോഡി മെറ്റേണിറ്റി വിയേഴ്സ്. അതുപോലെ പാഡ്, നഴ്സിംഗ് പാഡ് എനിക്ക് ഫസ്റ്റ് ടൈം യൂസ് ആയിരുന്നു, അതുകൊണ്ട് ഞാൻ എപ്പോഴും മേടിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ നമുക്ക് ആവശ്യമായുള്ള ഇന്നേഴ്സ്. പിന്നെ നമ്മുടെ വീട്ടിൽ മെയിനായിട്ട് വേണ്ടത് നമുക്ക് അവിടെ കിടക്കുന്ന ദിവസങ്ങൾ യൂസ് ചെയ്യാനുള്ള ബാർ ടവല്, ബ്രഷ്, പേസ്റ്റ്, സോപ്പ്, ബെഡ്ഷീറ്റ്, അങ്ങനെയുള്ള നമുക്കുള്ള ആവശ്യമുള്ള സാധനങ്ങളും നമ്മുടെ ബൈ സ്റ്റാൻഡിനുള്ള ആവശ്യമുള്ള സാധനങ്ങളാണ് പിന്നെ എൻ്റെ പെട്ടിയിലുള്ളത്. അപ്പം മെയിനായിട്ട് ഇത്രയും സാധനങ്ങളൊക്കെയാണ് അപ്പോൾ ഞാൻ എൻ്റെ ഹോസ്പിറ്റൽ ബാഗിൽ കരുതിയിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനി കൂടുതൽ വെറൈറ്റി വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ, താങ്ക് യു.